പ്രകമ്പനം കോൺഗ്രസിന്റെ ഉള്ളറകളെ കിടിലം കൊള്ളിക്കുന്നു. ആന്റണിയുടെ മകനാണെന്നുള്ളത് മാത്രമല്ല, ആധുനിക സാങ്കേതിക വിജ്ഞാനത്തിന്റെ കോൺഗ്രസിന് ഉൾക്കരുത്ത് നൽകിയ ഒരു നേതാവാണ് ഇവിടെ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന് ഇത് താങ്ങാനാവുന്നില്ല എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ സുബീഷ ഞാൻ പറയും. 7ഓളം കോൺഗ്രസ് നേതാക്കന്മാർ ഭാരതീയ ജനതാ പാർട്ടിയുമൊത്ത് സഹകരിക്കാനുള്ള സന്നദ്ധതയും കാത്തിരിക്കുകയാണ്. അസ്കറിനെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് പറയുമ്പോ അസ്കറെ അത്രയൊക്കെ സുഭദ്രമാണോ ഇടതുപക്ഷത്തിലെ CPM-നുള്ള അവസ്ഥ? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പണ്ട് കാലം നമ്മൾ കേട്ടതുപോലെ അസ്കറിനെ ഞാൻ ആ ഗണത്തിൽ പെടുത്തുന്നില്ലെങ്കിൽ പോലും അവിടെ പാർട്ടിക്കെതിരെയോ അവരുടെ പ്രസിഡന്റിനെതിരെയോ സംസാരിക്കുന്നത് അവരെ കാണാതാകുമായിരുന്നു, വെട്ടിക്കൊല്ലുമായിരുന്നു, ആക്രമിക്കുമായിരുന്നു, കൂടെ നിൽക്കുന്നവർക്ക് എല്ലാം കിട്ടുമായിരുന്നു. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, തോമസ് ഐസക്കിനെ പോലെ, ജി സുധാകരനെ പോലെ, ശൈലജ ടീച്ചറെ പോലെ ഒരുപാട് അസ്വസ്ഥരായ ആളുകളില്ലേ? പലരും ഇന്ന് എന്തിനാണ് ഏതാണ്ട് പറയുന്നത് 3 തരത്തിലുള്ള ആളുകളാണ് CPM-നകത്തുള്ളത്. ഒന്ന്, തങ്ങളുടെ വിനീത വിധേയത്വം കൊണ്ട് അവിഹിതമായ സമ്പാദ്യം കിട്ടുന്നവർ. അവർ കുറച്ചു കാലം കൂടി പാർട്ടിക്കൊപ്പം നിൽക്കും. കുറച്ചാളുകൾ ഇനി എന്തെങ്കിലും കൂടുതൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്നവർ. TP ചന്ദ്രശേഖരന്റെയും അഴീക്കോടൻ രാഘവന്റെയും അനുഭവം ഉണ്ടാകുമോ എന്ന് ഭയപ്പാടോടെ കാണുന്നവർ. അതുകൊണ്ട് അവരിൽപ്പെട്ട ഞാൻ അടിവരയിട്ട് പറയുന്നു, ഏതാണ്ട് 1 ഡസനിലധികം നേതാക്കന്മാർ അവരുടെ അകത്തളൻ മനസ്സിനുള്ളിലുള്ള വിങ്ങിപ്പൊട്ടുന്ന അസ്വസ്ഥതകൾ സഹകരണത്തിനായി തുറന്നിടുകയാണ്. 2 മുൻ MLA-മാർ, 1 മുൻ MP ആ തരത്തിൽ ഇപ്പോൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വളരെ ഗൗരവത്തിൽ തന്നെയാണോ TP ജയചന്ദ്രൻ മാസ്റ്റർ പറയുന്നത്? 2 മുൻ MLA-മാർ, 1 മുൻ MP BJP-യിലേക്ക് വരും. കേരളത്തിൽ നിന്നാണോ? ഒന്നുകൂടെ പറയുന്നു ഞാൻ, തീർന്നില്ല സുബീഷേ. ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ കൂടെയുള്ള ഘടകകക്ഷി, ആ ഘടകകക്ഷിയും BJP-യോടൊപ്പം വരുന്ന കാലം അതിവിദൂരത്തല്ല. അതിനുള്ള പ്രവർത്തനങ്ങളിലും അവർ തുടക്കം കുറിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് MV ഗോവിന്ദനും സുധാകരനും മുറുക്കയുള്ള ഇടതു വലതു മുന്നണിയുടെ നേതാക്കന്മാര് ഈ അനിൽ ആന്റണി എന്ന് പറയുന്ന തൊഴിലാളിയെ കൂലിക്കാരന്റെ വരവിനെ ഭീതിയോടെ കാണുന്നത് എന്ന് സുബീഷ് അറിയുമോ? ഇവർ ഭയക്കുന്നു. ഇത് തുടർ പ്രകമ്പനങ്ങളുടെ ആദ്യത്തെ അനുരണനമാണ്. ഞാൻ ഒന്നുകൂടി പറയും, കാലഹരണപ്പെട്ട നേതൃത്വത്തിന്റെ സ്ഥാനത്ത് യുവത്വം ആഗ്രഹിക്കുന്നത് അസ്കറെ നിങ്ങളും ഞാനും പുലർത്തുന്ന രാഷ്ട്രീയവാദങ്ങളല്ല. അവരുടെ മുമ്പിൽ ഇന്ന് സാങ്കേതിക ജ്ഞാനമുണ്ട്, ലോകത്തെക്കുറിച്ചുള്ള അവരുടെ വിവരങ്ങളുണ്ട്. വർത്തമാന കാലഘട്ടത്തിൽ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ അവന്റെ വിരൽത്തുമ്പിലാണ്. അവൻ മെച്ചപ്പെട്ട ജീവിതം ആഗ്രഹിക്കുന്നു. ഇവിടത്തേതുപോലെ വരട്ടുവാദത്തിനപ്പുറത്തേക്ക് ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കോൺഗ്രസിന്റെ ക്രിയാത്മകമായ പ്രതിപക്ഷമാകുന്നതിന് പകരം പല കാര്യങ്ങളും അവർ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നു. പലപ്പോഴും ഒരു പ്രതിപക്ഷത്തിന്റെ ദൗത്യം പോലും അവർ വിസ്മരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. വർത്തമാനകാല കേരളത്തിൽ ഇതിലൊക്കെ അസ്വസ്ഥരായ യുവാക്കളുടെ പ്രതിനിധി കൂടിയാണ് അനിൽ ആന്റണി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ. അദ്ദേഹം ഒറ്റയ്ക്കല്ല. ഞാൻ നേരത്തെ ഒരുപാട് പേരുകൾ പറഞ്ഞു വസന്ത് വരുന്നതിന്റെ മുമ്പ്. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പുത്രൻ, തീർന്നിട്ടില്ല. ഒരുപാട് നേതാക്കന്മാർ, ഞാൻ ആവർത്തിക്കുന്നില്ല. സുനിൽ ജാക്കർ, അരുൺ നെഹ്റു, ജ്യോതിരാദിത്യ സിന്ധ്യ, ജഗ്മോഹൻ റെഡ്ഡി, എന്തിന് സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ, ഇവരൊക്കെ അച്ഛനോട് സമ്മതം ചോദിച്ചിട്ടാണോ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുത്തിരുന്നത്? അപ്പൊ ഇത് താങ്ങാവുന്നതിലപ്പുറമാണ് കേരളത്തിലെ കോൺഗ്രസ്. ഞാനൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി TP ജയചന്ദ്രൻ മാസ്റ്റർ ആവർത്തിച്ച് ചോദിക്കുകയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് 2024 നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അങ്ങ് പറഞ്ഞതുപോലെ 2 മുൻ MLA-മാർ, 1 മുൻ MP, LDF-ലെ ഒരു ഘടകകക്ഷി, ഇത്രയും പേർ BJP-യിലേക്ക് വരും, അല്ലെങ്കിൽ BJP-യുമായി സഹകരിച്ച് മുന്നോട്ട് പോകും എന്ന് തന്നെയാണോ ആ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണോ ഇപ്പോഴും? 1 ഡസനിലധികം UDF നേതാക്കന്മാർ, 7ഓളം UDF നേതാക്കന്മാർ, 1 ഡസനെടുത്ത് ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരും ഇടതുപക്ഷ നേതാക്കന്മാരും, ആ തരത്തിൽ മുൻകാല പ്രവർത്തനം നടത്തിയവർ, ഘടകകക്ഷിയിൽപ്പെട്ടവർ, ഈ തരത്തിലുള്ള ഒരു സമഗ്രവുമായ മാറ്റമാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളം കാണാൻ വേണ്ടി പോകുന്നത്. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമന്റ് ആണ്.